വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീമതി എലിസബത്ത്, ഈ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നേരത്തെ ശ്രീ ആനന്ദ് നായർ ആണത് തുടങ്ങി വെച്ചത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പുരുഷന്മാരെക്കാൾ കൂടുതൽ അത് ആഴത്തിൽ തൊട്ടറിയാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കായിരിക്കും. ആ രീതിയിൽ അവരനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷത്തിൻ്റെ ആഴം അതെത്രത്തോളമാണ്? നമ്മൾ ഈ പ്രത്യക്ഷമായ ചർച്ചകൾക്കപ്പുറം അതിനെന്ത് പരിഹാരമാണ് വേണ്ടത്? ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പേടിയോടുകൂടി നമ്മൾ ആ വിഷയത്തെ കാണുമ്പോൾ അവരിൽ ഈ ആശങ്ക വർദ്ധിക്കാൻ സാധ്യതയുണ്ടോ? അതോ ക്ലാസ് മുറികളിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടി അവർ പഴയ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ? എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ പ്രശ്നത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ഒരു അമ്മ എന്ന നിലയിലും ഒരു ഹെൽത്ത് വർക്കർ എന്ന നിലയിലും ഞാൻ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ശരിക്കും നമ്മളുടെ ആ കുട്ടിക്കാലമൊക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇവരിപ്പോ ഇരിക്കുമ്പോ പറയും, അമ്മ എന്ത് പറഞ്ഞാലും നമുക്ക് തന്നെ ആസ് എ പേരൻസ് നമ്മൾ ചില കാര്യങ്ങൾക്ക് എല്ലാം റെസ്ട്രിക്ഷൻസ് ആയിരിക്കും അവരോട് കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന്, കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നതിന്, TV കാണുന്നതിന്. അപ്പൊ നമ്മളെപ്പോഴും പറയും എന്തെങ്കിലും ഡൂ സം അതർ വർക്ക്സ്, നീ അതിൽ എൻഗേജ്ഡ് ആവുക, ഇതിൽ എൻഗേജ് ആവുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക. എത്ര ടയർഡായിട്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അവരോട് ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ മാനസികാവസ്ഥ നമ്മളപ്പം കൂടുതലായിട്ട് കാണണം. അവരുടെ മെന്റൽ സ്ട്രെസ് എന്താണെന്നുള്ളത് റിലീഫ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും. അവർക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിഫക്റ്റ് വന്നു പോയാൽ നമ്മളാണ് അത് സഫർ ചെയ്യുന്നത്. ഓരോ ഫാമിലി അത് സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന പോലെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ അവരുടെ കൂടെ നമ്മൾ കൂടുതൽ എൻകറേജ് ആയിട്ട് അവരുടെ കൂടെ ഓരോ ഇൻഡോർ ആക്ടിവിറ്റീസിനാണെങ്കിലും കുറച്ച് സമയങ്ങളൊക്കെ നമുക്ക് വെളിയിൽ കടലിന്റെ തീരത്ത് കൊണ്ടുപോകുമോ, അവരെ കളിപ്പിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തന്നെയാണ് എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് ആ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അവരുടെ ഫ്രണ്ട്സിനെ അവർക്ക് മിസ് ചെയ്യും. അതാണ് അവർക്ക് അവരുടെ എക്സ്പ്രഷൻസും ഇമോഷൻസ് ഒക്കെ അവർക്ക് ഇത് ചെയ്യണ്ടേ, അതാണ് അവരുടെ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ കൂടുക. അപ്പം അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ അവർക്ക് കളിച്ചു തീർക്കുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനെ കാണുക, ഐ ടു ഐ കോണ്ടാക്ട് പഠിക്കുന്നത് പോലുള്ള ഒരു ഇതും. എന്റെ ചിൽഡ്രൻസ് തന്നെ പറയണ്ട, അമ്മ കണ്ടു പഠിക്കുന്നതും ഇവിടെ ഇരുന്ന് പഠിക്കുന്നതും തമ്മിൽ വളരെ എൻ്റർലി ഡിഫറെന്റ് ആണ് പറയുന്നത്. അവർക്ക് ഉഴപ്പാൻ പറ്റും. പിന്നെ അവർക്ക് എന്താണ് ടീച്ചറിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ പേടിയുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് എത്ര ആണെങ്കിലും അവരുടെ സ്കൂളിൽ പോയി പഠിക്കുന്ന ആ ഒരു ഇതൊന്നും വീട്ടിൽ ഇരുന്നാൽ കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കൂൾ തന്നെ തുറന്ന് സ്കൂളിലേക്ക് പിള്ളേരെ വിടണം എന്ന് തന്നെയാണ് പേരൻസിന്റെ എല്ലാവരുടെയും ആഗ്രഹം. എന്ന് ഞങ്ങളും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഓപ്പൺ ആക്കി കിട്ടണം എന്നാണ്. ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. ഈ വെക്കേഷൻ ടൈമോട് ആയിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രവാസികൾ എന്ന നിലയ്ക്ക് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫ്ലൈറ്റിന്റെ അവൈലബിലിറ്റി, തിരിച്ച് റിട്ടേൺ. ഞങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ആകുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ആ കറക്റ്റ് ടൈമിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ പ്രാവശ്യത്തെ ഹോളിഡേ ഇപ്പൊ 2 ഇയേഴ്സോളം ഞങ്ങൾ നാട്ടിൽ പോകാതെ വർക്ക് ചെയ്യുകയാണ്. ഹോളിഡേ ഒന്നും എടുക്കാതെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെൻഷൻസ് ഞങ്ങൾക്കും ഉണ്ട്. കുഞ്ഞുങ്ങളോടൊപ്പം ഇപ്പൊ അവരുടെ ഹോളിഡേ ആകുമ്പോൾ അവർക്ക് വേണ്ട ആ ഒരു നാട്ടിൽ പോയിട്ടാണ് നമ്മളൊന്ന് റിലാക്സ് ആവുന്നതും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പോകാനും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതും അവർക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോഴായിരിക്കും. അവരുടെ ആ ഓൺ കൺട്രി കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. അപ്പൊ അതൊക്കെ അവർക്ക് മിസ് ചെയ്യുവാണ്, നമുക്കും മിസ് ചെയ്യുകയാണ്. പിന്നെ നാട്ടിലത്തെ ഇത് കൂടി വരുന്നതനുസരിച്ച് നമുക്ക് പോകാനുള്ള ഒരു പേടി എത്ര ആണെങ്കിലും ഉണ്ട്. അതായത് ഇളയ കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ കുഞ്ഞു പിള്ളേർക്കൊന്നും വാക്സിനേറ്റഡ് ആയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ എത്രത്തോളം സഫർ ചെയ്യേണ്ടി വരും, അതൊക്കെ ഓർത്തിട്ടാണ് നാട്ടിൽ പോകാതെയോടെ ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ പോകാതെ തന്നെ ഇവിടെ തന്നെ ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം ഈ ഹോളിഡേ കഴിയുമ്പോഴെങ്കിലും സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ അത്രയും നല്ലതായിരുന്നു എന്നാണ് അവരുടെയും ആഗ്രഹം. ശരി, ഒരു അമ്മ എന്ന നിലയിലുള്ള ആശങ്ക കൂടിയാണ് ശ്രീമതി എലിസബത്ത് ഈ ചർച്ചയിൽ പങ്കുവച്ചത്. ഡോക്ടർ രജനീഷ് കുമാർ, ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. ഒന്ന്, ഈ കുട്ടികൾക്ക് മാനസികോല്ലാസം ഒട്ടും ലഭിക്കുന്നില്ല. ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് 4 മണിയോടുകൂടി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നു. ഇടവേളകളിൽ തന്നെ ഒപ്പമുള്ള കൂട്ടുകാർക്കൊപ്പം കളി, ചിരി. വൈകിട്ട് തിരിച്ചെത്തിയാൽ
അയൽപ്പക്കത്തെ കുട്ടികളുമായുള്ള ഒരു കൂടിച്ചേരൽ, മാതാപിതാക്കളുടെ സാമീപ്യം, ക്ലാസ് മുറിയിലാണെങ്കിൽ ഇഷ്ടപ്പെട്ട അധ്യാപകർക്കൊപ്പം, കൂട്ടുകാർക്കിടയിലുള്ള കളിയും ചിരിയും കൊച്ചു കൊച്ചു പിണക്കങ്ങളും, ഇതൊക്കെ ചേർന്ന ഒരു ലോകമുണ്ടായിരുന്നു കുട്ടികൾക്കിടയിൽ. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന കുട്ടികളും ഈ ഓൺലൈൻ സ്റ്റഡിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ 2 വർഷക്കാലത്തിനിടയിലെ കുട്ടികളും, ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഈ മാനസികമായ ഒരു വ്യതിയാനം, അത് പിൽക്കാലത്ത്, ഇനിയുള്ള കാലത്ത് അത് ഏത് രീതിയിലാകും ഇവരുടെ മനസ്സുകളെ ബാധിക്കുക? മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ മാനസികോല്ലാസത്തെക്കുറിച്ച് പറയുന്നു. മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ ഓൺലൈൻ സാങ്കേതിക വിദ്യയെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ ബഹ്റിൻ പോലുള്ള രാജ്യങ്ങളിൽ പ്രശ്നമില്ല, പക്ഷേ കേരളത്തിലേക്ക് നോക്കൂ. ഇവിടെ അതിനുള്ള ഫോൺ പോലും കിട്ടാത്ത അനേകം കുട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ. ഇപ്പോൾ ജനം TV തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ആ രീതിയിൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതിനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പോൾ അവർ അനുഭവിക്കുന്ന ആ രീതിയിലുള്ള വിവേചനം, ഇതാ അപ്പുറത്തെ കുട്ടികൾക്കൊക്കെ ഫോണുണ്ട്, എനിക്ക് ഫോൺ ഇല്ലാത്തതിനാൽ എനിക്ക് പഠിക്കാനാകുന്നില്ല, അവൾ അനുഭവിക്കുന്ന ആ ആഴമേറിയ സങ്കടം, ഇതും വലിയ ഒരു ഡിപ്രഷനിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കുന്നില്ലേ? ഓക്കെ, തീർച്ചയായും. സ്കൂളിൽ പോകാതെ വീട്ടിലുള്ള വെർച്വൽ ക്ലാസ് ആകുമ്പോൾ അവർക്ക് റൂട്ടീൻ ഇല്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ഇതൊന്നുമില്ല. ജസ്റ്റ് അവർ ലാപ്ടോപ്പിന്റെ മുന്നിൽ പോയിരുന്ന് ചെയ്യുന്നു. ഒരു ഇൻവോൾവ്മെന്റും കുറവാണ്. പിന്നെ ഡിജിറ്റൽ ആക്സസ് കൂടുമ്പം അവർ മറ്റ് സൈറ്റുകളും മറ്റ് അഡിക്റ്റഡ് ടു ഗെയിംസ് അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യം കുറയുന്നു. അപ്പോൾ ഒരു ഡിപ്രഷൻ മാതിരി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർ അവോയ്ഡ് ചെയ്യാണ്. മുമ്പാണ് സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾ ഓൾവേസ് അവർ ഇതിന്റെ മുന്നിൽ ഇരിക്കണം എന്നുള്ളൊരു ഇതാണ്. നമ്മൾ പാരന്റ്സ് നമ്മളും അവർക്ക് ആക്സസ് കൊടുക്കും, ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ആകുമ്പോൾ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒബീസിറ്റി അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരാം. പിന്നെ ഐസൈറ്റിന് വേണ്ടി പ്രശ്നങ്ങൾ വരാം, ഐസൈറ്റിന്റെ ഡിഫിക്കൽട്ടീസ് വരാം. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളിൽ വരുന്നുണ്ട്. സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പാരന്റ്സ് ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ, മറ്റു കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ എല്ലാം വെർച്വലായി, എല്ലാവരും ഗെയിം മാതിരിയാണ് അവർക്ക് തോന്നുന്നത്. മറ്റ് ഒറിജിനാലിറ്റി ഇല്ല. അത് ലോങ് ടേമിൽ അവരുടെ പെർഫോമൻസും എല്ലാം ബാധിക്കും. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതെന്ന് തീരും എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ മറ്റു രസകരമായ വിനോദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മനുഷ്യന്. ഇപ്പോൾ അതെല്ലാം മടുത്തു, വെറുത്തു. ഇപ്പോൾ ഈ 3rd വേവ് എന്ന് പറയുന്നു. കേരളത്തിലൊക്കെ അനുബന്ധമായി സിക്ക പോലുള്ള മറ്റു വൈറസുകളും വന്നു ചേരുന്നു. അപ്പോൾ എത്ര കാലം നമുക്ക് ഈ രീതിയിൽ ഇനിയും തുടരേണ്ടി വരും എന്നൊരു ആശങ്കയും ചോദ്യവും എല്ലാവരിലും ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പം ബഹ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള 17 ലക്ഷത്തിൽ ഓൾമോസ്റ്റ് 11 lakhs വാക്സിനേറ്റഡ് ആയി, ഒരു 3 lakhോളം ഇൻഫെക്റ്റഡ് ആയി, ഓൾമോസ്റ്റ് 80% ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര ഒരു വറീഡ് ആവേണ്ട കാര്യമില്ല. ഗ്രാജുവലി ഇപ്പോൾ വാക്സിനേഷൻ കംപ്ലീറ്റ് ആവും. ചൈൽഡ് വാക്സിനേഷനും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോലൊരു വലിയ രാജ്യമാകുമ്പം കുറച്ചും കൂടെ സമയം എടുക്കും. പക്ഷെ എന്നാലും ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ റീസെന്റ് ഡാറ്റ ചെയ്തതിൽ ഓൾമോസ്റ്റ് 2/3 മറ്റും ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. വാക്സിൻ എടുക്കാത്തവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു വറി ചെയ്യേണ്ട കാര്യമില്ല. ഗ്രാജുവലി ഇറ്റ് വിൽ കം ഡൗൺ. മേ ബി അനദർ 6 to 8 months. ശരി, ശ്രീ PV രാധാകൃഷ്ണപിള്ളൈ, ഇപ്പോൾ മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട്, പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ, വാർത്തകൾ അത് ആശങ്കപ്പെടുത്തുന്നതാണോ? ഇവിടെ ഇനി എന്താണ് പ്രവാസികളുടെ പുനരധിവാസം, അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നവരുടെ അങ്ങോട്ടേക്കുള്ള മടക്കം, ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇനി എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? ഇവിടെ നടന്ന ഡിസ്കഷനിൽ നിന്നും പുറത്തുനിന്ന് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ COVID-19 പ്രതിരോധിക്കാൻ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഇപ്പൊ ഡോക്ടർ രജനീഷ് പറഞ്ഞതുപോലെ വാക്സിനേഷൻ മൂലമോ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സർവ് ചെയ്യാൻ പറ്റൂ.
രണ്ടാമത്തത് നമ്മൾ പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ധരിക്കുക, സാനിറ്റൈസേഷൻ. ഇത്രയും അല്ലാതെ മറ്റൊരു കാര്യം ഇതിനെ ഓവർകം ചെയ്യാനില്ല. ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹറിൽ ഇപ്പോൾ വളരെ പിന്നെ ശോതർക്കമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ 80% ആളുകളും ഇപ്പോൾ ഹെർഡ് ഇമ്മ്യൂണിറ്റി പരിധിയിൽ വന്നു കഴിഞ്ഞു. പിന്നെ ഒരു 20% ആൾക്കാരെ ഇവിടെ തന്നെ ഗവൺമെന്റ് ഇപ്പൊ ഇന്ത്യക്കാരായ ആളുകൾ, ഇന്ത്യക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി. ഇപ്പൊ ഇന്ത്യക്കാരെ മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ വലിയ വിഭാഗത്തെ നമ്മൾ ഇമ്മ്യൂണിറ്റി വാക്സിനേറ്റ് ചെയ്ത് കഴിയും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ രേഖകളില്ലാതെ, മതിയായ രേഖകളില്ലാതെ, ഇപ്പൊ CPR അല്ലെങ്കിൽ പാസ്പോർട്ട് വാലിഡിറ്റി ഒന്നും ഇല്ലാത്ത ആളുകളെ പോലും തെരഞ്ഞു പിടിച്ച് അവരെ വാക്സിനേറ്റ് ചെയ്യുന്നതിനാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തകരും എംബസിയും. ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 700 കോടിയോ ജനങ്ങളുള്ള ഒരു സ്ഥലവും അല്ലെങ്കിൽ 18 ലക്ഷം ജനങ്ങളുള്ള ഒരു സ്ഥലവും തമ്മിൽ ഒരിക്കലും കമ്പാരിസൺ ഇല്ല. പക്ഷേ നമ്മുടെ പ്ലാനിങ്ങിൽ എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ലേ? കാരണം വാക്സിനേഷൻ കൊണ്ട് മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ള സത്യം നിലനിൽക്കുമ്പോൾ വാക്സിനേഷൻ കുറെ കൂടി ത്വരിതപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ ഹേർഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കാതെ ഒരിക്കലും നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല. ഒന്ന്, ഞാനും 1.5 വർഷമായി നാട്ടിൽ പോയിട്ട്, കോവിഡിന്റെ ഈ ആരംഭത്തിന് ശേഷം നാട്ടിൽ പോയില്ല. എങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഒരു കോംപ്ലസൻസ് ജനങ്ങളിലുണ്ട് എന്ന് ഞാൻ കരുതിയാണ്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ഇപ്പോഴും ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വാക്സിനേഷൻ. പിന്നെ വരാതെ ഇപ്പൊ എന്റെ തന്നെ മിത്രങ്ങളൊക്കെ തന്നെ പലർക്കും ഒരു ഡോസ് കിട്ടി, രണ്ടാമത്തെ ഡോസിന് വേണ്ടി പരക്കം പായുന്നു. കുട്ടികളുടെ വാക്സിനേഷനെ കുറിച്ച് ഇതൊരു തീരുമാനമായില്ല. ലോകത്തിന്റെ ഫാക്ടറി, ഒരു ലോകത്തിന്റെ ഫാർമസി എന്ന് പറയുന്ന ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യയാണ്. പക്ഷേ മതിയായ വാക്സിനേഷൻ ഉത്പാദിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ പോളിസിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൽ വന്ന അപാകതയാണ്. അതാരെ കുറ്റപ്പെടുത്താൻ പറയുന്നില്ല, കുഴപ്പമുണ്ടാകും. രണ്ടാമത് താങ്കൾ ചോദിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അതായത് നമ്മുടെ പ്രവാസികളുമായുള്ള ഈ പിന്നെ പ്രശ്നങ്ങൾ. ഇവിടെ രണ്ട് വിദ്യാഭ്യാസ ആനന്ദായാലും അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന 2 വിഭാഗം ആളുകളെ, ഒന്ന് സ്ത്രീകൾ, 2 കുട്ടികൾ. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളത്. കാരണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിപക്ഷം ആളുകളും സ്ത്രീകളാണ്. അതുപോലെ കുട്ടികൾക്ക് അവരുടെ ബാല്യം നഷ്ടപ്പെട്ടു. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ്. അതായത് 50% മാത്രമാണ് അക്കാഡമിക്സിൽ ലഭിക്കുന്നത്. 50% അവന്റെ കോഗ്നിറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ അവന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഡെവലപ്പ് ചെയ്യുന്ന പേഴ്സണാലിറ്റിയാണ്. ആ 50% നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, നമ്മൾ വെർച്വൽ ക്ലാസ്സിൽ കൂടി ഒരുപക്ഷെ അക്കാഡമിക്സ് കുറച്ചൊക്കെ നമുക്ക് പകർന്നു നൽകാൻ പറ്റും. പക്ഷേ അവന്റെ കായികവും മാനസികവുമായ സ്കില്ലുകൾ, അവന്റെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്, ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ ഒരു ഈ കാലഘട്ടത്തിൽ വളരുന്ന കുട്ടിയെ സംബന്ധിച്ച് അവൻ 1.5 വർഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പതിറ്റാണ്ട് നഷ്ടപ്പെടുന്നതിന് തെളിവാണ്. കാരണം അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയം, അവന്റെ ബുദ്ധി വികസിക്കുന്ന ഒരു സമയം, അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം അവൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അത് കേരളത്തിലായാലും ലോകത്ത് എവിടെയായാലും കുട്ടികളുടെ വിദ്യാഭ്യാസം തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വരേണ്ടതിന് നടപടിയെടുക്കണോ അത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ ബഹറിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു വലിയ പ്രശ്നം ഗാർഹികമായ ഇഷ്യൂസ് ആണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അത് എല്ലാ പൊതുപ്രവർത്തകർക്കുള്ള പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ ഗാർഹിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്നത്. കാരണം സമ്പത്തില്ലാതെ വരുന്നു, ശമ്പളം കിട്ടാതെ വരുന്നു, ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ പറ്റാതെ, ആഹാരം വാങ്ങിക്കാൻ കാശില്ലാതെ വരുന്നു, സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റാതെ വരുന്നു. ഗ്രഹനാഥ ഭയങ്കരമായ ടെൻഷനിലാണ്. അവർ അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടും മറ്റാർക്കും അറിയില്ല. അതുപോലെ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം കേസുണ്ട്, ശമ്പളം കിട്ടാണ്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല, അവിടെ വീടില്ല, സ്ഥലമില്ല, അവർക്ക് ഏണിംഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ തുടരുവാൻ അവര് നിർബന്ധിതരാവുകയാണ്. അപ്പൊ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആര് കൈകാര്യം ചെയ്യും? ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് മറ്റുള്ള സപ്പോർട്ട്, നമ്മൾ വാക്സിനേഷൻ, അതുപോലെ ഹെൽത്ത്, ആരോഗ്യപരമായ കാര്യങ്ങൾ ഒക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ശമ്പളം കൊടുക്കാനോ അവരുടെ ജനങ്ങളെ നോക്കാനാണ് അവരുടെ ഉത്തരവാദിത്തം. ഇവിടെ വന്ന് താമസിക്കുന്ന ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ള പ്രവാസികളെ സംരക്ഷിക്കേണ്ട ചുമതല, അതായത് സാമ്പത്തികമായി സംരക്ഷിക്കേണ്ട ചുമതല അവർക്കില്ല. അത് ആരാണ്? കേരളത്തിലെ പട്ടിണി മാറ്റിയ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് റെഗുലറൈസ് ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച 1 ലക്ഷം കോടി രൂപ ഒരു വർഷം അയക്കുന്ന പ്രവാസികളെ സംരക്ഷിക്കുവാൻ ചുമതല
സർക്കാരുകൾക്കില്ലേ? ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രവാസി സമ്മേളനങ്ങളിൽ പറയാറുണ്ട്, പ്രവാസിക്ക് മാത്രമായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാകാതെ, പ്രവാസിക്ക് മാത്രമായ പ്രതിനിധികൾ ഉണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ മറ്റൊരു ചെറിയ പ്രശ്നമാണ്, നാട്ടിൽ ആയ ആളുകൾക്ക് പലർക്കും ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം അവർക്ക് പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് തിരിച്ചു വരണം, ഇപ്പൊ തിരിച്ചു വരുന്നതിന് പക്ഷേ ഇവിടെ 10 ദിവസം ക്വാറന്റൈനിൽ താമസിക്കണം. അവർക്ക് 150 മുതൽ 250 ദിനാർ വരെ പൈസ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് ഹോട്ടലിൽ താമസിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ജോലിക്ക് വരാൻ പറ്റുള്ളൂ. ഒരു എംപ്ലോയറും ഇത് വഹിക്കുവാൻ ഇവിടെ തയ്യാറാവുന്നില്ല. കാരണം അവരൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ അവര് ഈ എംപ്ലോയീസ് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നുള്ള ധാരണയിലാണ്. പക്ഷെ ഈ എംപ്ലോയിക്ക് നാട്ടിൽ നിന്ന് വരണം. അവന് ഈ ജോലി നഷ്ടപ്പെട്ടാൽ നാട്ടിൽ ജോലിക്ക് സാധ്യതയില്ല. റീഹാബിലിറ്റേഷന്റെ കഥ നമുക്കറിയാം. ഫലപ്രദമായ റീഹാബിലിറ്റേഷൻ നാട്ടിൽ നടക്കുന്നില്ല. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കൊടുക്കുവാനൊക്കെ ഉള്ള സാഹചര്യങ്ങളില്ല. കേരളത്തിലുള്ളവർക്ക് തന്നെ തൊഴിൽ കിട്ടുന്നില്ല. കേരളത്തിലെ ഇന്ത്യയുടെ മൊത്തമായ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ തിരിച്ചു വരുന്ന ആളുകൾക്ക് ഈ 10 ദിവസത്തെ ക്വാറന്റൈൻ്റെ ഫീസ് എങ്കിലും കേരള സർക്കാരോ ഇന്ത്യ ഗവൺമെന്റോ നൽകിയാൽ ഇത്രയും ആളുകളുടെ ജോലി സംരക്ഷിക്കപ്പെടും. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ICW ഫണ്ടിനടുത്ത് തൊഴിലാളികൾക്കുള്ള ക്വാറന്റൈൻ നിൽക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണം. അതിന് തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പ്രവാസികളെ നമ്മുടെ അധരവ്യായാമം നടത്തിയല്ല സഹായിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സഹായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇത് പോരാ. ഇവിടെ തൊഴിലെടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിൽ ഏറ്റെടുക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലെ ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് അല്ലെങ്കിൽ കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് 11-ൽ കൂടുതൽ ആവുന്നു എന്നുള്ളത് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഇപ്പോ റെഡ് ലിസ്റ്റിൽപ്പെട്ട ഒരു സ്റ്റേറ്റ് ഒരു കൺട്രിയാണ് ഇന്ത്യയിൽ നിന്ന് ഉള്ള ആളുകൾക്ക് പുതിയ വിസയോ വിസിറ്റ് വിസയോ ഇപ്പൊ ഇഷ്യൂ ചെയ്യുന്നില്ല, നിർത്തിയിരി. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ പോലെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നും പാസഞ്ചേഴ്സിനെ ഇവിടത്തേക്ക് എൻകറേജ് ചെയ്യുന്നില്ല, പുതിയ വിസ ഇഷ്യൂ ചെയ്യുന്നില്ല, വിസിറ്റ് വിസ പോലും ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പൊ അത്രയും ആളുകൾ ജോലി നഷ്ടപ്പെടുകയാണ്. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയാതെ എനിക്ക് തോന്നുന്നില്ല ഗൾഫ് രാജ്യങ്ങളൊന്നും ഇന്ത്യക്കാരുടെ യാത്രാ വിലക്ക് പിൻവലിക്കും എന്ന് തോന്നുന്നില്ല. അപ്പോ ഈ പ്രവാസികൾ, നമ്മുടെ കേരളത്തിലെ നട്ടലായ പ്രവാസികളുടെ ജോലി സംരക്ഷിക്കുന്നതിന് നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറച്ചേ മതിയാവും. അത് കുറയണം. അത് കുറയാനുള്ള അടിയന്തര നടപടികൾ ഞാൻ പറഞ്ഞ പോലെ വാക്സിനേഷൻ, പിന്നെ അതുപോലെ തന്നെ കേരളത്തിലേക്ക് കൂടുതൽ വാക്സിനേഷൻ കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നേരത്തെ കേരളത്തിൽ തന്നെ വാക്സിനേഷൻ നിർമ്മിക്കുവാനുള്ള ചില പദ്ധതികളൊക്കെ കേട്ടു. പക്ഷെ അതൊന്നും സാധ്യതപ്രായമായിട്ടില്ല. കാരണം ഇതിന്റെ പേറ്റന്റ് നിയമങ്ങൾ ഒരുപാട് സങ്കീർണതകൾ ഇതിനുള്ളത് കൊണ്ടാകാം. അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഗൾഫിലെ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ സാമ്പത്തികമായ മാനസികപരമായ ജീവകാരുണ്യമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിന് പൊതുപ്രവർത്തകർ പിന്നെ അവർക്ക് നൽകാവുന്ന പരമാവധി 100% അവർ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇനിയും ഞങ്ങളെ സഹായിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ അധികാരികൾ മുന്നോട്ട് വരേണ്ടതാണ് എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശരി, ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് നമുക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ആനന്ദ് നായർ നേരത്തെ പറഞ്ഞതുപോലെ സമ്പൂർണമായ വാക്സിനേഷൻ എന്ന് തന്നെയാണ് അടിയന്തരമായി നടപ്പാക്കേണ്ട ഒന്ന്. അതോടൊപ്പം ഈ ശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കുക അതുകൂടി ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ കേരളത്തിൽ ഇന്നലെ സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. ഈ 3 ദിവസത്തെ ഇളവുകൾ പ്രഖ്യാപിക്കപ്പെട്ടതിൽ ആയിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. ഒരുപക്ഷെ ആ വിമർശനം കേട്ടില്ലായിരുന്നുവെങ്കിൽ ഈ വാരാന്ത്യ ലോക്ക്ഡൗൺ ഇന്നലെ തന്നെ ഒഴിവാക്കുമായിരുന്നു. സുപ്രീം കോടതി അങ്ങനെ വിമർശിച്ച സാഹചര്യത്തിലാണ് വാരാന്ത്യ ലോക്ക്ഡൗൺ തുടരട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അപ്പോൾ കേരളത്തിലെ സ്ഥിതി മെച്ചപ്പെടാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രവാസ ലോകത്തിന് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? പലപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. എനി ഗവൺമെന്റ് ഇൻ ദ വേൾഡ് cannot do anything unless and until the citizens or residents are self-disciplined. കേരളത്തിന് വേണ്ടത് ഒരു ഡിസിപ്ലിനാണ്, പെർഫെക്റ്റ് ഡിസിപ്ലിനാണ്, ആസ് വാസ് എക്സിസ്റ്റിംഗ് ഹിയർ ഇൻ ബഹ്റൈൻ. ബഹ്റൈൻ്റെ കേസസ് 3000 ഇന്ന് റെഡ്യൂസ് ആയിട്ട് 80-85 എടുത്തിട്ടുണ്ട്. ഇൻഫാക്ട് ഇറ്റ് ഇസ് ലെസ് ദാൻ 80-85. ഇറ്റ് ഓൾ ഹാപ്പൻഡ് ബിക്കോസ് ദർ ഇസ് എ ഡിസിപ്ലിനറി അപ്രോച്ച് ടു ദാറ്റ്. അതാണ് എല്ലായിടത്തും വേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോ ബഹ്റൈൻ ഗവൺമെന്റ് it's a really matter of appreciation for the Bahrain government. ബഹ്റൈൻ ഗവൺമെന്റ് ഗ്രീൻ സോൺ ആക്കി
വെൻ ഇൻ എ ഗ്രീൻ സോൺ മാസ്ക് വരെ ആവശ്യമില്ല. പക്ഷെ ഈ ഹോളിഡേയ്സ്, അതായത് ഈ ഈദ് ഹോളിഡേയ്സിന് 5 ദിവസം അവരത് ഓറഞ്ച് സോണിലേക്ക് മാറ്റി. ദാറ്റ് മീൻസ് ദോസ് റെസ്ട്രിക്ഷൻസ് ദേ മേഡ് ഇറ്റ് മച്ച് മോർ സ്ട്രിക്റ്റ് ആൻഡ് സിവിയർ. And why did they do that? They looked at the crowd that is going to come. They looked at the people that is going to come. അത് നോക്കിയിട്ടാണ് അവർ ഈ റെസ്ട്രിക്ഷൻസ് കുറച്ചുകൂടി സിവിയർ ആക്കിയത്. അതേപോലെ ഇന്ത്യ നീഡ്സ് എ പെർഫെക്റ്റ് ഡിസിപ്ലിൻ അപ്രോച്ച്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൺലി കേരള, ഐ എം ടോക്കിംഗ് അബൌട്ട് ദി എൻറ്റയർ ഇന്ത്യ. ഓഫ് കോഴ്സ് ദ റേറ്റ് ഇൻ കേരള ആൻഡ് മഹാരാഷ്ട്ര ഇസ് ടു ഹൈ. ഒരു പെർഫെക്റ്റ് ഡിസിപ്ലിനറി അപ്രോച്ച് ഇല്ലാണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാറില്ല. ഈച്ച് വൺ ഓഫ് us have to be responsible. At the government level, government can spread awareness, എല്ലാം ചെയ്യാം. പക്ഷെ എല്ലാവരും കൂടിയിട്ട് ഈച്ച് വൺ ഓഫ് us has to be responsible for what is happening around. കാരണം ഇത് ഒരു ജനറേഷനാണ് മൊത്തം ബാധിക്കുന്നത്. ജനറേഷൻ എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് ദി എൽഡർലി പോപ്പുലേഷൻ, ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് ദ യങ്ങർ ജനറേഷൻ, ഐ എം ലുക്കിംഗ് അറ്റ് ദ കിഡ്സ്. ഏറ്റവും കൂടുതൽ ഈ പാൻഡമിക് ലോസ്, അതായത് എഡ്യൂക്കേഷൻ ലോസ് ഫോർ ദ കിഡ്സ്, ഏറ്റവും കൂടുതൽ ലോസ് ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് ഇന്നത്തെ കുഞ്ഞു പിള്ളേരാണ്. കാരണം ഈ കുട്ടികൾ ഈ ഒരു മെന്റൽ ഡിപ്രഷൻ വഴി പോയിട്ട് നാളെ അത് ഏത് സ്റ്റേജിലേക്ക് എത്തും നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സെക്കൻഡ് വേവോ തേർഡ് വേവോ ഫോർത്ത് വേവോ ഐ എം നോട്ട് കൺസേൺ അബൌട്ട് ദ വേവ്. ലെറ്റ് us stop it, try to do it. ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ വാക്സിനേഷൻ മാക്സിമം അല്ലെങ്കിൽ അവയർനെസ് മാക്സിമം കൊടുക്കുന്നത്, ബട്ട് ദീസ് ചിൽഡ്രൻ നീഡ് ടു ബി ബാക്ക് ഇൻ ദ ക്ലാസ്. സോ എവറിവെയർ ലെറ്റ് us enforce rules with strict orders. ഈ റൂൾസ് ഭയങ്കര സ്ട്രിക്ട്ലി എൻഫോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. കാരണം സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ലെറ്റ് us put those people behind bars, because if each one is responsible, he will stop the spread. നാളെ നമ്മളൊരു ജനറേഷനാണ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതേ രീതിയിൽ നമ്മൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദി എൻറ്റയർ ജനറേഷൻ വിൽ ബി യൂസ്ലെസ്. കാരണം ഈ ജനറേഷൻ പഠിക്കേണ്ടത് സ്കൂളിലാണ്, കോളേജസിലാണ്. അത് അവര് ഇരുന്നിട്ട് ഓൺലൈൻ ആണ് പഠിക്കണം. സോ ഈ ജനറേഷനെ എങ്ങനെയെങ്കിലും സ്കൂളിലോ കോളേജസിലോ അവരുടെ യൂണിവേഴ്സിറ്റീസിൽ എത്തിക്കണം. അതുകൊണ്ട് ദ ജനറേഷൻ ഹാസ് ടു ബി റെസ്പോൺസിബിൾ. ഈ ജനറേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് എല്ലാവരും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഫോർ ഹോം, for the coming generation. Otherwise, what India is going to lose one complete generation, which we cannot afford. Karna, we say that we are the country of youngsters. The country of youngsters should be people with skill oriented. It should be people with a good ability to transcend business. Should have the ability to communicate in a better way to the world. And for that, we need a stronger generation. A stronger generation, varam ponada enganariyo, irresponsible act of the people will not come. Only a responsible act of people will come. Donde etrayum pettanna we will have to take measures, whether it is government of Kerala, government of India, we'll have to work out. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഗൾഫിലൊരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ CBSE അണ്ടറിലാണ്. CBSE റൂൾസും ഞങ്ങൾക്ക് അംഗീകരിക്കണം, ഗവൺമെന്റ് ഓഫ് ബഹ്റിന്റെ റൂൾസും അംഗീകരിക്കണം. വി ആർ ഇൻ എ ജാം സിറ്റുവേഷൻ. CBSE when they frame rules, many a times അവര് ഫോറിൻ സ്കൂൾസിനെ കൺസിഡർ ചെയ്യില്ല ഈ റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വി ആർ ഇൻ എ ടു ഫോൾഡ് ജാം. CBSE റൂൾസ്, ഗവൺമെന്റ് റൂൾസ്, ബട്ട് സ്റ്റിൽ വി ട്രൈ അവർ ബെസ്റ്റ് ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഓഫ് ദാറ്റ്. CBSE റൂൾസ് അംഗീകരിച്ച് ഗവൺമെന്റ് ഓഫ് ബഹ്റിന്റെ റൂൾസ് അംഗീകരിച്ചിട്ട് വി വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു അവർ ക്ലാസ് റൂംസ് ആസ് ഏർലി ആസ് പോസിബിൾ. ആൻഡ് മൈ റിക്വസ്റ്റ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ is, please, this is the new normal. COVID is here to stay for some more years. That is the new normal. I don't know what the medical fraternity say. പക്ഷെ ഇത് കുറച്ചു കാലം കൂടി ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ ന്യൂ നോർമൽ ഇരുന്നിട്ട് how best we can operate, how best we can take our children to the classrooms, how best we can bring them back to the school, that is lot of issues are there. കാരണം ഇതേ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ ജോലി പോയി, സാലറി, അവരുടെ സാലറി ഇല്ലാതെ കാരണം അവർക്ക് ഫീസ് വരെ അടയ്ക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്ത്യൻ സ്കൂൾ has already sponsored around 80,000 dinar worth of scholarships to children. Free ship to children for those who are affected by COVID. They are already sponsored. And we are trying our best, but that is not enough. We need more. Maybe the government of India can also help, because majority of the average middle class population is studying in these Gulf schools. Majority of the average middle class population. Maybe the government of Kerala or government of India can take responsibility and sponsor few students through the embassy, the genuinely required students, so that their fees can be paid. But apart from saying everything, please give us back our classrooms and our schools. And I request all the governments at every level, look at this new normal. This is here to stay.
with this new normal, please come back and give us our classrooms back. And that is very much required. Thank you. ശരി, ഞാൻ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ ഈ ചർച്ചയിലെ ഏക വനിതാ സാന്നിധ്യമായ ശ്രീമതി എലിസബത്തിനെ ക്ഷണിക്കുകയാണ്. എലിസബത്ത്, ഇടപെടാം. നമ്മളുടെ ഈ രാജ്യത്ത് നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റുന്നു, എത്രത്തോളം സേഫ്റ്റി ആയിട്ട്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സേഫ്റ്റി ആയിട്ട് നമുക്കും എല്ലാവർക്കും തോന്നുന്നത്. അതേപോലെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സേഫ്റ്റി ഇത് ഉണ്ടാവണം. അതുപോലെ ഹൈ ക്വാളിറ്റി ഓഫ് കെയർ, അത് ആസ് എ ഹ്യൂമൻ റൈറ്റ് അതുപോലെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസ് വേണം, അവയർനെസ് വേണം, അത് യൂസ് ചെയ്യാൻ, അതായത് ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അവരതിനെ പാലിക്കാൻ ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണം. സെൽഫ് അവയർനെസ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ സെൽഫ് അവയർനെസ് ഇല്ല എങ്കിൽ എന്നും ഇത് എൻഡമിക് ആയിട്ട് എന്നും ഉണ്ടായിരിക്കും. പാൻഡമിക് സിറ്റുവേഷൻസ് ഒക്കെ മാറിപ്പോകും, പക്ഷെ എൻഡമിക് ആയിട്ട് അത് എന്നും നമ്മുടെ കൂടെ ഈ വൈറസ് ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പാലിച്ചേ പറ്റൂ. വാക്സിനേറ്റഡ് ആവാം, ഇന്ത്യൻ ജനതയെ ഫുള്ളി വാക്സിനേറ്റഡ് ആവാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം എളുപ്പത്തിൽ വാക്സിനേറ്റഡ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രവാസികൾക്ക് പോലും നാട്ടിൽ വരുന്നതിനോട് പേടിയാണ്. അതായത് തിരിച്ച് ഞങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സിക്കായി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ജോലിയിൽ പോയാൽ ഞങ്ങളുടെ ജോലികൾ നഷ്ടമായി പോകും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് കൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിലും സേഫ് ഇവിടെ തന്നെ ആണെന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കേരള ജനത, ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുപോലെ ഗവൺമെന്റും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളും സെൽഫ് അവയർനെസ്സോടുകൂടി ബഹുമാനിക്കുക, അതേപോലെ പോവുക, അവരുടെ മറ്റുള്ളവരുടെ ആജ്ഞകളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ. അതായത് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്ന എല്ലാ ജനങ്ങളും അനുസരിക്കുന്നുണ്ട്. ആ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആ സോഷ്യൽ ഡിസ്റ്റൻസിലും മാസ്ക് വിയർ ചെയ്യുന്ന, മാസ്ക് ഒന്നും താഴേക്കല്ല, അത് പ്രോപ്പറായിട്ട് തന്നെ വിയർ ചെയ്യാനായിട്ട് ഉള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്ന, ഹാൻഡ് വാഷിങ്ങും എല്ലാം നമ്മൾ എപ്പോഴും, അതാണ് ഞാൻ പറഞ്ഞത്, എൻഡമിക് ആയിട്ട് നമ്മുടെ കൂടെ ഈ വൈറസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനെ ഓവർകം ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നോ അതുപോലെ നമ്മൾ ട്രൈ ടു ഡു ഇറ്റ്. അതാണ്. എന്തായാലും ആരോഗ്യ വിദഗ്ധർ അടക്കം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് വേണ്ടിയാണ് ആ നിർദ്ദേശങ്ങൾ നാം ആണ് പാലിക്കേണ്ടത് എന്നുള്ള ബോധ്യം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ PV രാധാകൃഷ്ണ പിള്ളൈ, ഡോക്ടർ രജനീഷ് കുമാർ, ശ്രീ ആനന്ദ് നായർ, ശ്രീമതി എലിസബത്ത് തോമസ് വൈദ്യൻ ഈ ചർച്ച സജീവമാക്കിയതിന്. പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം പൂർത്തിയാകുന്നു. നന്ദി, നമസ്തേ.